ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്നത് ക്രൂരമായ സൈബർ ആക്രമണമെന്ന് നടി റിയ ആയിഷ. നാടും വീടും ഉപേക്ഷിച്ച് ജീവിക്കേണ്ട ഗതികേടിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നും നിയമങ്ങൾ ശക്തമല്ലാത്തതിനാലാണ് ഇത്തരം ആക്രമണങ്ങൾ തുടരുന്നതെന്നും റിയ പറയുന്നു. പിറന്ന മണ്ണിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരിഹാസവാക്കുകൾ, അതിന്റെ എത്രയോ ഇരട്ടി സൈബർ ആക്രമണങ്ങളും. ശസ്ത്രക്രിയ കഴിഞ്ഞ് സ്ത്രീയായി മാറിയാൽ പോലും ആക്രമണം തുടരുന്നു. സൈബർ ആക്രമണം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ട് എന്നത് വേദനിപ്പിക്കുന്നുവെന്നും റിയ ആയിഷ. ഒരു ട്രാൻസ്പേഴ്സൺ സർജറി കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ലേഡി അയാളുടെ ഒരു സ്വത്വത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അവർക്ക് കുറേ പേരുകൾ വിളിക്കപ്പെട്ടിട്ട് അവരുടെ ബോഡി ഷേമിങ് ചെയ്ത് അങ്ങനത്തെ കുറേ ആക്രമണങ്ങളാണ് സമൂഹത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സർജറി കംപ്ലീറ്റ്ലി ചെയ്ത് അവർ വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് വന്ന് അവരെന്തെങ്കിലും പബ്ലിക്കിലേക്ക് ഇറങ്ങി എന്തെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും കാണാം അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാർ. ആ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് പിന്നീടും ഇങ്ങനെ കമൻറ്റുകളും കാര്യങ്ങളും വരുന്നത്. പിന്നെ അവർ ഒന്നുമില്ലെങ്കിൽ ചിലപ്പം അതിനെ എതിർക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ സൂസൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആത്മധൈര്യം കൊണ്ടാണ് ക്രൂരമായ ആക്രമണങ്ങളെ നേരിടുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഇപ്പോൾ സിനിമകളിലാണെങ്കിലും സീരിയലുകളിലാണെങ്കിലും ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ഉറപ്പിച്ച ഇതല്ലാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്ത്രീ ആണെങ്കിലും ഇപ്പോൾ പല ആൾക്കാരും പലതും പറയും. ഒരു സ്ത്രീ ചെയ്താൽ അത് സ്ത്രീ എന്നുള്ള രീതിയിൽ അറിയപ്പെടും. ഒരു ട്രാൻസ് ചെയ്ത കമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി അറിയപ്പെടുകയാണ്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും അവർക്ക് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരായിട്ടുള്ള ഓരോ വ്യക്തി പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പോലും ജനങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആരെങ്കിലും തെറ്റു ചെയ്താൽ സമൂഹം എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ്. നിസ്സഹായരായ ട്രാൻസ്ജെൻഡേഴ്സിന് നിയമസഹായം ലഭിക്കുന്നതും പരിമിതമാണ്. നിയമം കർശനമാക്കണമെന്നും ട്രാൻസ്ജെൻഡേഴ്സ് ആവശ്യപ്പെടുന്നു. അഭിലാഷ് പള്ളിക്കാരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.